എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെറിയൊരു സംഭവം കാണിക്കാനാട്ടോ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ വീടിൻ്റെ പറമ്പിനോട് ചേർന്ന് ചെറിയൊരു മാവുണ്ട്. ആ മാവിൻ്റെ കൈയെത്തുന്ന ദൂരത്ത് ചെറിയൊരു കിളി, ഒരു പക്ഷി കൂട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് താഴെ നിന്നാൽ തന്നെ നമുക്കത് കാണാം, വേണമെങ്കിൽ എടുക്കുകയൊക്കെ ചെയ്യാം, പക്ഷേ എടുക്കുന്നൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകൾ, അതിൻ്റെ അമ്മ അതിനെ ഫീഡ് ചെയ്യുന്നതും ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നതും ഒക്കെ നമുക്ക് ഈ ഗോപ്രോ അതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ട്, അല്ലാതെ കൂടെ തൊടുന്നു അല്ലെങ്കിൽ പക്ഷിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ഒന്നും എടുക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് ഇപ്പോൾ അതിൻ്റെ തള്ള പുറത്ത് പോയേക്കാണ്. പുറത്ത് പോയ ടൈമിൽ നമ്മൾ കൂടിൻ്റെ പരിസരത്ത് കൊണ്ടുപോയിട്ട് നമ്മുടെ ഗോപ്രോ സെറ്റ് ചെയ്ത് വെക്കുന്നു. അമ്മ വന്നിട്ട് കുഞ്ഞിന് ഭക്ഷണം കൊടുത്ത് കൊണ്ടുപോകുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ്. 2 കുഞ്ഞുങ്ങളുണ്ട് കൂട്ടിൽ. അതുപോലെ തന്നെ അത് എന്ത് പക്ഷിയാണെന്നും പക്ഷീൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കേട്ടോ. എങ്ങനെ ഉണ്ടാവും നോക്കാം. അതുപോലെ നമുക്ക് ഈ കൂട് കാണിച്ചു തന്നത് ഇവനാട്ടോ. ഇപ്പം നമ്മുടെ അപ്പാപ്പൻ്റെ മോനാണ്. നീ എങ്ങനെ അത് കണ്ടേ? ഇവർ ഈ നാട്ടിലുള്ള കിളിക്കൂട്, അണ്ണാങ്കൂട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കും. എന്നാ വാ കാണിച്ചാ. ഇതാണ് എൻ്റെ വീട്. ഇത് ഈ മാവിൽ, ഇത് ചെറിയൊരു മാവാണ്. ഈ മാവിൻ്റെ ഉള്ളിൽ, ഇലേൻ്റെ ഉള്ളിലായിട്ടാണ് നിൽക്കുന്നത്. അവിടെ ആയിട്ടാണ്. അപ്പുറത്തെ വീടിൻ്റെ മതിലേ കയറിയാലേ നമുക്ക് അതിൻ്റെ അടുത്ത് എത്താൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അതിൻ്റെ തള്ള പോയാടോ. തള്ള ഇവിടെ എവിടെയോ ഇതിൻ്റെ മണ്ടയിലുണ്ടായിരുന്നു, ഇപ്പോൾ പാറിപ്പോയി. തള്ളയും അച്ഛനും ഉണ്ട്, അമ്മയുണ്ട്. ഇതിങ്ങനെ ഈ പരിസരത്ത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. എപ്പോഴും തീറ്റ കൊണ്ടുവരും. ഇപ്പോൾ ചുറ്റുപാടും പോയിട്ട് തീറ്റ കൊണ്ടുവരുന്ന കാണാം. ഇതിൻ്റെ ഉള്ളിലാണ് സംഭവം. കാണിക്കടാ. ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന കാണാം. 2 കുഞ്ഞുങ്ങൾ അതിനകത്തുണ്ട്, കൂടെ കയറുന്നു. ഞാൻ ഗോപ്രോ മാത്രം അതിൻ്റെ ഉള്ളിലേക്ക് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇത് കണ്ടോ? ഇങ്ങനെയുള്ള പക്ഷികളുടെ കൂടെ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ അത് കൂട്ടിലേക്ക് വരില്ല, തള്ള കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് പോകും എന്നൊക്കെ ഇങ്ങനെ പലയിടത്തും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. ഞങ്ങളെന്തായാലും കൂടെ തൊട്ടിട്ടില്ല. ഞങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ ജസ്റ്റ് നോക്കും. ഇതിനുള്ളിലാണ് കൂട്. നമുക്ക് കൈ എത്തും, ഇത്ര പൊക്കത്തിലേ ഉള്ളൂ. പക്ഷെ നമ്മൾ തൊടുന്നോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഗോപ്രോ ഇതിനുള്ളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് കുറച്ച് വിഷ്വൽ കാണാം കേട്ടോ. ഇതുപോലെ ഗോപ്രോ ഇതിൻ്റെ കൂടിൻ്റെ ഇവിടെ കൂട് താഴെയാണ്. കൂടിൻ്റെ മുകളിൽ ഇതേപോലെ ഗോപ്രോ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ വിഷ്വൽ എടുക്കുന്നത് കേട്ടോ. ഇതിൻ്റെ അമ്മ വന്ന് ഫീഡ് ചെയ്യുന്ന കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാം. അവിടെ കാണാം മാവ്. ഞാൻ അവിടെ വീടിൻ്റെ സിറ്റൗട്ട് ഇരുന്നിട്ട് നമ്മുടെ ഫോണിൽ ഗോപ്രോൻ്റെ വിഷ്വൽ കണ്ടുകൊണ്ടിരിക്കുക. ഗോപ്രോ നമ്മളവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അമ്മക്കിളി വന്നിട്ട് അതിന് ഫുഡ് കൊടുക്കുന്ന വിഷ്വലൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പക്ഷേ അതാണെന്ന് മനസ്സിലായോ? നമ്മൾ വിഷ്വൽ എടുത്തിട്ട് ഇങ്ങ് പോകുന്നു, അധികം നേരം അവിടെ നിൽക്കുന്നില്ല, അതിനെ ബുദ്ധിമുട്ടിക്കുന്നൊന്നുമില്ല. നാട്ടു ബുൾബുളാണ് സാധനം. ബുൾബുളിൻ്റെ ഒരു സാധനമാണ് നമ്മുടെ നാട്ടിൽ കാണുന്നത്. ഇരട്ട തലേച്ചി എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയും ഇതിനെ. അപ്പോൾ ഞാൻ ഇതിനെ വിക്കിപീഡിയയിൽ നോക്കി പഠിച്ച കുറച്ച് സംഭവമുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യയിൽ ഇത് തീരദേശ പ്രദേശങ്ങളും ചുറ്റുവട്ട പ്രദേശങ്ങളുമാണ് ഇതിനെ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ശ്രീലങ്കയിലും ഈ പക്ഷികളെ കാണാൻ പറ്റും. ഇതിൻ്റെ പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത് പഴങ്ങൾ, അതുപോലെ തന്നെ കീടങ്ങൾ, പുഴുക്കൾ, പിന്നെ അരിപ്പൂവിൻ്റെ പൂവ്. അരിപ്പൂവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പുഴേൻ്റെ കരയ്ക്കുള്ള ഒരു തരം പൂവാണ്.
നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു തരം ഒരു കായുണ്ട്, അതാണ് ഇതിന് പ്രധാന, അതിന് ഇഷ്ടമുള്ള ഭക്ഷണം എന്നൊക്കെയാണ് വിക്കിപീഡിയയിൽ കണ്ടത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും രസകരമായ ഒരു സംഭവമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ പക്ഷിക്ക് ഒരു ശീലമുണ്ട്. കുളിക്കുന്നത് സ്ഥിരം സ്ഥലത്തായിരിക്കും. ഇന്നിപ്പോൾ ഒരു സ്ഥലത്ത് കുളിക്കാൻ പോയി കഴിഞ്ഞാൽ അത് നാളെയും അവിടെ തന്നെ പോയിട്ടായിരിക്കും കുളിക്കുക. ഒറ്റയ്ക്കോ കൂട്ടമായിട്ടൊക്കെ പോവുകയാണെങ്കിലും സ്ഥിരം ഒരു സ്ഥലത്തു നിന്നായിരിക്കും ഇത് കുളിക്കുക. ഇവിടെ ഇപ്പോൾ തൊട്ടടുത്ത് പുഴയുള്ളത് കൊണ്ട് അവിടെ ആയിരിക്കും സ്ഥിരം പോകുന്നത്. അങ്ങനെ ഒരു കാര്യം കൂടെ ഈ പക്ഷിക്കുണ്ട് കേട്ടോ. ബുൾബുൾ നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ കാണുന്നതാണ്. കഴിഞ്ഞ ദിവസം ഇതേപോലെ വീഡിയോ എടുക്കാൻ നോക്കി, അങ്ങനെ ക്യാമറ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ മഴ പെയ്തപ്പോൾ ഒരു കിടിലം വിഷ്വൽ കിട്ടി. അതായത് ഇതുപോലുള്ള കൂട്ടിൽ പക്ഷികൾ കുഞ്ഞുങ്ങളിരിക്കുമ്പോൾ മഴ പെയ്താൽ നനയുമല്ലോ. അപ്പോൾ ആ മഴ പെയ്യുമ്പോൾ അതിൻ്റെ അമ്മ എന്താ ചെയ്യുന്നതെന്നുള്ളത്, അമ്മ വന്നിട്ട് ചിറക് വിരിച്ച് അതിൻ്റെ മുകളിൽ കിടക്കുന്ന ഒരു വിഷ്വൽ നമുക്ക് അപ്രതീക്ഷിതമായിട്ട് ഇന്നലെ കിട്ടി. അപ്പോൾ സംഭവം എങ്ങനെ ഉണ്ടായിരുന്നു? നൈസായില്ലേ? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യട്ടോ. നമ്മുടെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ നമുക്ക് അടുത്തൊരു പുതിയൊരു വീഡിയോയിൽ കാണാം കേട്ടോ.